പാർട്ടി പറഞ്ഞാൽ താൻ രാജിവെക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയുടെ കാര്യത്തെപ്പറ്റി അറിയില്ല എന്നും എ കെ ശശീന്ദ്രൻ. മന്ത്രിമാറ്റം പ്രതീക്ഷിക്കുന്നോ? ഡൽഹിയിൽ ചർച്ച നടക്കുകയാണ്. അറിയോ? എനിക്കറിയില്ല. ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ. ആയിക്കോട്ടെ, നടന്നോട്ടെ. അതിനെന്താ? ഒരു മന്ത്രിമാറ്റം ഉണ്ടാകുന്ന അല്ല, എനിക്കറിയില്ലല്ലോ. അത് തീരുമാനിച്ചിട്ട് അവർ പറയല്ലോ. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്. പവാർ പറഞ്ഞാൽ രാജിവെക്കും. അല്ല, അതെന്തൊരു വേണ്ടാത്തൊരു ചോദ്യമാണ്. കാരണം ഞാൻ എന്നും ഇത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ. പാർട്ടി പറയുന്നതല്ലേ ചെയ്യുക. ഇന്നലെ ഒരു 126 പേരിൽ 3 പേര് മാത്രമാണ് അങ്ങക്ക് ഒപ്പം നിന്ന്. ബാക്കി 100. അതെനിക്ക് നമ്പറൊന്നും എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറയണ്ടല്ല. എൻ്റെ അഭിപ്രായം പാർട്ടി പറയുന്നത് എന്താണോ അത് ചെയ്യും. പാർട്ടി പറഞ്ഞാൽ രാജിവെക്കും. രാജിവെക്കല്ല. എന്താണ് രാജിവെക്കണ്ടെന്ന് പറഞ്ഞാലോ അതും ഞാൻ അനുസരിക്കും. അതുകൊണ്ട് എന്തിനാ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം? പാർട്ടി പറഞ്ഞാൽ രാജിവെക്കില്ലെന്ന് ചോദിക്കുക. എന്നെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോറി. ഷിനോജ് എസ് ടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചൊരു ചോദ്യമുണ്ട് ഷിനോജിനോട്. രാജിവെക്കേണ്ട എന്ന് പറഞ്ഞാലോ എന്ന്. അത് ഈ ഒരു ചർച്ച തന്നെയാണ് ഇത്രയും നാളുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആര്യ, വിട്ടുകൊടുക്കാൻ ശശീന്ദ്രന് മനസ്സില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ശശീന്ദ്രന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് രാജിവെക്കും. അതിനോടൊപ്പം തന്നെ ശശീന്ദ്രൻ പറയുന്നുണ്ട്, പാർട്ടി അത്തരത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പാർട്ടി രാജിവെക്കേണ്ട എന്ന് പറഞ്ഞാൽ താൻ അതിനും ഒപ്പം നിൽക്കും. അതായത് ഇപ്പോഴും മന്ത്രി ഈ കസേരയിൽ തുടരാൻ ശശീന്ദ്രന് വ്യക്തിപരമായി വളരെയധികം താല്പര്യമുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ ശശീന്ദ്രനൊപ്പം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ശശീന്ദ്രന് ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഈ അവസാന നിമിഷത്തിലും പ്രത്യേകിച്ച് തോമസ് ഡൽഹിയിൽ പ്രകാശ് കാരാട്ടുമായും മാത്രമല്ല ശരത് പവാറുമായും ചർച്ച നടത്തുന്ന ഈ സമയത്തും ഇത്തരത്തിലൊരു പ്രതികരണത്തിന് ശശീന്ദ്രനെ കൊണ്ട് എത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം തന്നെയാണ്. എന്തായാലും ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാർട്ടി പറഞ്ഞാൽ താൻ രാജിവെക്കും, പക്ഷേ പാർട്ടി പറഞ്ഞില്ലെങ്കിൽ രാജി ഉണ്ടാകില്ല, മന്ത്രിയെ തന്നെ താൻ തുടരുമെന്ന് ശശീന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്ന കാര്യം മാധ്യമങ്ങളുടെയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നും ശശീന്ദ്രൻ ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചവൾ പറഞ്ഞു. എന്തായാലും പാർട്ടി പറഞ്ഞാൽ രാജിവെക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് തന്നെ അനുസരിക്കും. പാർട്ടി പറയുന്നത് മാത്രമാണ് ഇത്രയും കാലം താൻ ചെയ്തിട്ടുള്ളത്, അത് ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സംശയകരമായി ഒന്നും തന്നെ ഇല്ല. പാർട്ടി എന്ത് പറയുന്നു അത് താൻ അനുസരിക്കുമെന്ന് പറഞ്ഞാലും അത് രാജിയാകണമെന്നില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, പ്രകാശ് കാരാട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞ് പോകുന്നത് കണ്ടു. തോമസ് ഇറങ്ങിയോ? എന്തെങ്കിലും സംസാരിച്ചോ? ഇപ്പോഴും ഇവിടെ കേരളത്തിൽ ശശീന്ദ്രൻ പറയുന്നത് ഒരുപക്ഷെ പാർട്ടി രാജിവെക്കേണ്ട എന്ന് പറഞ്ഞാലോ എന്നാണ്. ആരെ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടില്ല. പ്രകാശ് കാരാട്ട് മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും ശരത് പവാറും PC ചാക്കോയും തോമസ് കെ തോമസും ശരത് പവാറിന്റെ വസതിക്കകത്ത് തന്നെയുള്ളത്. ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തോമസ് കെ തോമസ് ഡൽഹിയിൽ വന്ന സമയത്തും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഒരു പ്രതിഷേധ സൂചകമായി മന്ത്രിയെ സ്വയം പിൻവലിക്കുന്നുണ്ടോ പാർട്ടി എന്നുള്ള കാര്യങ്ങളടക്കം. പക്ഷേ അതിലോട്ടൊന്നും പോകുന്നില്ല. മുന്നണി ധാരണകൾ പാലിച്ചുകൊണ്ട് യഥാക്രമം തന്നെ ഒരു മന്ത്രിമാറ്റ ചർച്ച അത് സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വത്തിലോടുകൂടി അറിയിക്കുക എന്നുള്ള കാര്യമായിരുന്നു തോമസ് കെ തോമസ് അറിയിച്ചത്. അതായത് ഇവിടെ എത്തുക, ശരത് പവാറിനെ കണ്ട് സംസാരിക്കുക. അത് PC ചാക്കോയും തോമസ് കെ തോമസും കൃത്യമായിട്ടുള്ള അതൃപ്തി എ കെ ശശീന്ദ്രൻ മുന്നണി ധാരണകൾ, അതായത് പാർട്ടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ പാലിക്കാതെ ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ള കാര്യം അടക്കം അതിൽ കൃത്യമായിട്ടുള്ള അതൃപ്തി അറിയിക്കുക. അതിനുശേഷം പ്രകാശ് കാരാട്ടും ശരത് പവാറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ട് അവർ സംസാരിക്കട്ടെ, കേന്ദ്ര നേതൃത്വം എന്നിട്ട് ആവശ്യപ്പെടട്ടെ എന്നുള്ള കാര്യമാണ് നമ്മളോട് തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ചർച്ചയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രകാശ് കാരാട്ട് എത്തിയിരുന്നു. ശരത് പവാർ അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രകാശ് കാരാട്ട് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണം ഒരുപക്ഷെ മറ്റു നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ അവരോട് തേടാം. അവർ എന്തായാലും ഇപ്പോഴും ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശരത് പവാറിനെ കാണുകയാണ് തോമസ് കെ തോമസ്. ഈ കൂടിക്കാഴ്ചയ്ക്കിപ്പുറം എന്തുണ്ടാകും കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരള മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.